ബിഗ് ബോസ് മലയാളം സീസൺ 7 50 എപ്പിസോഡുകൾ ഇന്ന് പിന്നിടാൻ പോവുകയാണ്. ഈ 50 എപ്പിസോഡുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ ആണ് ഈ വീഡിയോ. ഞാൻ വീക്കായിട്ടുള്ള മത്സരാർത്ഥികളുടെ കാര്യമോ ഇടത്തരം മത്സരാർത്ഥികളുടെ കാര്യമോ ഒന്നും പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വാഴക്കൂട്ടങ്ങളാണ്. ഈ ടോപ്പ് 5 തന്നെ പറയാൻ ഓർത്തു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യണം. ഈ സീസണിലെ ഇപ്പോഴത്തെ ഒരു ടോപ്പ് 5 ലിസ്റ്റ് എടുത്താൽ അതിൽ നൂറെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഫാത്തിമ നൂറ അത്രയും മികച്ചൊരു ഗെയിമറാണ് നൂറ കേട്ടോ. പ്രേക്ഷകർ ഒരു പൾസ് അറിഞ്ഞ് നിൽക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആദ്യം ആദിലയും നൂറയും ഒറ്റ മത്സരാർത്ഥിയാണ് വന്നതെങ്കിലും പയ്യെ പയ്യെ നൂറ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതുവരെയുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. നെഗറ്റീവ് ഗെയിം ഒക്കെ കളിച്ച് നെഗറ്റീവായി പോകാതെ, എന്നാൽ അഭിപ്രായം പറയേണ്ട സ്ഥലത്ത് അഭിപ്രായം പറഞ്ഞു, അതേപോലെ പ്രൊവോക്ക് ചെയ്യേണ്ട സ്ഥലത്ത് പ്രൊവോക്ക് ചെയ്തും റിലേഷൻഷിപ്പുകളെ വാല്യൂ ചെയ്തും നൂറ മികച്ചൊരു ഗെയിം തന്നെയാണ് ഇതുവരെ കാഴ്ചവെച്ചത്. നൂറയുടെ ഒരു ക്വാളിറ്റി എനിക്ക് ശരിക്കും മനസ്സിലായത് ഇന്നലെയാണ് എന്ന് പറയാം. തെറ്റ് ചെയ്തവരാരായാലും, അതിപ്പോ സ്വന്തം പാർട്ട്ണർ ആണെങ്കിൽ പോലും നൂറയ്ക്കത് പറയാൻ ഒരു മടിയില്ല. ബേബി, നീ തെറ്റ് ചെയ്തു, നീ എടുത്തു ചാടി ഗെയിം കളിച്ചു എന്ന് ആദിലയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതേസമയം തന്നെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ കണ്ട ഒരാളെ ഈ പറഞ്ഞ പാർട്ട്ണർ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ മനോവിഷമം അനുഭവിച്ചത് ഈ പറയുന്ന നൂറയാണ്. നൂറയ്ക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു? നൂറ അത്രയും വിഷമം അനുഭവിച്ചത് ഞാൻ ലൈവിൽ കണ്ടതാണ്. കൺഫെഷൻ റൂമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. എന്റെ മൈൻഡ് ശരിയല്ല ബിഗ് ബോസ്, ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സ്വന്തം ഇഷ്യൂസ് ആലോചിച്ചിട്ടുള്ള ഒരു വിഷമമൊന്നും അല്ലായിരുന്നു അത്. ആദിലയുടെ വിഷയം ഓർത്തിട്ടുള്ള ഒരു മെന്റൽ സ്ട്രെസ് ആയിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും പോയി തലയിട്ട് നെഗറ്റീവ് ആവുന്ന ഒരു ഗെയിം നൂറ അവിടെ കളിച്ചിട്ടേ ഇല്ല. അതിലെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ഗെയിം ആണ് കളിച്ചിട്ടുള്ളത്. സ്മാർട്ട് പ്ലേ ആണ് നടത്തിയിരിക്കുന്നത് മൊത്തം. അത്രയും റിയൽ ആയിട്ട് സ്മാർട്ടായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നൂറ. അതുകൊണ്ട് നൂറ ടോപ്പ് 5 വരുമെന്ന് ഞാൻ കരുതുന്നു. 4th ഞാൻ കൊടുക്കുന്നത് അക്ബറിനാണ് കേട്ടോ. അക്ബർ ഖാൻ. അക്ബറിനെ പറ്റി എപ്പോ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അക്ബർ ഇമോഷണലി വളരെ സ്ട്രോങ് ആണെന്നുള്ളൊരു കാര്യം. അക്ബറിനെ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ തളർത്താൻ ആരെ കൊണ്ട് അങ്ങനെ പറ്റില്ല. അത്ര എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ല. അത്രയും ഡിറ്റർമിനേഷൻ ഉള്ള വിൽ പവർ ഉള്ള ഒരു പ്ലെയർ ആണ്. ഇതിലൊരു മെയിൻ റീസൺ അക്ബറിലേക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് തുടക്കം പോലെ തന്നെ അക്ബർ അവിടെ കളിച്ചിട്ടുണ്ട്. എപ്പോഴും കൂട്ടത്തില് ഒരു 1-2 പേരെ കൂട്ടി അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി കണ്ട് അങ്ങനത്തെ പൊളിറ്റിക്സ് ആണ് കളിച്ചിട്ടുള്ളത്. മറ്റേ ഗ്യാങ് ആയി കളിക്കുന്നവൻ ഗാങ്സ്റ്റർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗാങ്സ്റ്റർ കളിയാണ് കളിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ വിഷയത്തിൽ ഇടപെട്ട് കുറെ തവണ നെഗറ്റീവായി പോയിട്ടുണ്ട് എങ്കിലും അക്ബറിനെ എന്തോ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അതിപ്പോ പാട്ടാണോ, പാരഡി ആണോ, അതോ ഇടയ്ക്ക് മുറയ്ക്കും അടിക്കുന്ന ചില കൗണ്ടറുകളാണോ, അതോ ഇനി ലൈവിൽ ഇരുന്ന് ഗോസിപ്പ് അടിക്കുന്നതാണോ, എന്താണെന്ന് അറിയില്ല. അക്ബർ എന്ത് നെഗറ്റീവ് കളി കളിച്ചിട്ടും വേറുള്ളവർക്ക് കിട്ടുന്ന ഒരു ഹേറ്റ് പുള്ളിക്ക് കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. അത് തന്നെയാണ് അക്ബറിന്റെ വിജയം. ഇപ്പോ ബി മെറ്റീരിയലാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ബി മെറ്റീരിയൽ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ടോപ്പ് 4 ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നതും. വരും ദിവസങ്ങൾ കണ്ടു തന്നെ അറിയാം അക്ബറിന്റെ ഗെയിം എന്താവും എന്നുള്ളത്. കാരണം ഇനിയിപ്പോ ഗെയിം വേറൊരു ലെവലിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഗ്രൂപ്പ് കളി അവിടെ നെഗറ്റീവ് ആവാതെ അക്ബർ നോക്കണം, ശ്രദ്ധിക്കണം. 3rd പൊസിഷനിൽ ഞാൻ നോക്കി കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്ലെയറിനെയാണ്. സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള അനീഷ്. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയതാണ് കേട്ടോ. അനീഷ് 100 ദിവസം തികയ്ക്കും എന്ന് എനിക്ക് പേഴ്സണലി നല്ല ഉറപ്പുണ്ട്. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു. അത്രയും സത്യസന്ധമായ രീതിയിൽ പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞുള്ള ഒരു ബ്രില്യൻ ഗെയിമാണ് അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേ 1 മുതൽ എന്നല്ല, വന്ന് കയറിയ ആ മിനിറ്റ് മുതൽ ഗെയിമിലേക്ക് ഇറങ്ങിയ ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. ആ നിമിഷം മുതൽ ഇന്ന് ഈ 50ാമത്തെ ദിവസവും അനീഷിന്റെ ഗെയിമിനൊരു എവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ഇങ്ങനെ ഈ വെറുപ്പിച്ച് പയ്യെ ഓഡിയൻസ് ഗെയിം സെറ്റാക്കി എടുക്കുകയായിരുന്നു. ഇൻഡിവിജ്വൽ പ്ലേ നടത്തുന്നതായിരുന്നു അനീഷിന് എന്തുകൊണ്ടും നല്ലത്. കാരണം അങ്ങനെയാണ് അനീഷിന് ഇത്ര സപ്പോർട്ട് ഉണ്ടായത്. ഒറ്റയാൻ അനീഷ് എന്നൊക്കെയാണ് പ്രേക്ഷകർ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് മാറി. ഈ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോയിലാണ്. അപ്പൊ ആ ഒരു കോംബോയിലേക്ക് അനീഷിനെ ലാലേട്ടനും ബിഗ് ബോസ് ടീമും വളരെ തന്ത്രപരമായിട്ട് എത്തിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഈ ലാലേട്ടൻ ഇന്നലെയും അതിനെ ഭയങ്കരമായ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോ നിലവിൽ പ്രേക്ഷകരുടെ ഇടയിൽ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ ചെയ്തത്. തെറ്റൊന്നും പറയാനില്ല. എങ്കിലും ബിഗ് ബോസ് ആണ്, എപ്പോഴാണ് പണി വരുന്നത് എന്നറിയില്ല. ഒരു സൗഹൃദം അവിടെ നിലനിൽക്കില്ല. ആരെങ്കിലും ഒരാൾ എപ്പോഴും കട്ടപ്പയായിക്കൊണ്ട് നിൽക്കും. അപ്പോ പണി വാങ്ങി കൂട്ടാതെ സൂക്ഷിച്ച് നോക്കിയും കണ്ടും അനീഷും ഷാനവാസും കേട്ടോ, 2 പേരും അങ്ങനെ നോക്കിയും കണ്ടും കളിച്ചാൽ കൊള്ളാം, അതേ പറയാനുള്ളൂ. ഇപ്പൊ നിലവിൽ അനീഷ് ഒരു ടോപ്പ് 3 മെറ്റീരിയലാണ്.
സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് അനുമോളാണ്. അനുമോളെ പറ്റി എന്താണ് പറയുക? BB മെറ്റീരിയൽ എന്നതിനപ്പുറത്തേക്ക് സ്വന്തം വീട്ടിലെ ആരോ ഒരാളായിട്ട് പ്രേക്ഷകർക്ക് അനുമോളെ പറ്റി തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും മെയിൻ ഒരു റീസൺ ആയിട്ട് തോന്നുന്നത് അനുമോള് സൗഹൃദങ്ങളിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു ആത്മാർത്ഥതയാണ്. അപ്പൊ ആ ഒരു ആത്മാർത്ഥതയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആദില ഷാനവാസ് ഇഷ്യൂ സോൾവ് ആക്കാൻ വേണ്ടി മുൻകൈ എടുത്തതും എല്ലാ രീതിയിലും പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. എല്ലാത്തിലും അനുമോൾ എന്നൊരു ഹ്യൂമൻ, ആ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഭവം പ്രേക്ഷകർ ഒരുപാട് നോട്ട് ചെയ്യുന്നുണ്ട്. അനുമോൾ ഒരു നല്ല കുട്ടി എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് ഓഡിയൻസ് ഗെയിം. ബിഗ് ബോസിനകത്ത് ഇതൊക്കെയാണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെയാണ് വേണ്ടത്. നല്ല കൃത്യമായിട്ട് അനുമോൾക്ക് അറിയാം. ഞാൻ കോണ്ടന്റ് കൊടുക്കാനും TRP ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നത്, അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നു. അനുമോൾ അതാണ് അനുമോളുടെ പൊളിറ്റിക്സ്, അതാണ് നിലപാട്. ആ പൊളിറ്റിക്സിൽ നിന്നുകൊണ്ട് തന്നെ നല്ല മികച്ച ഗെയിം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി മുമ്പോട്ടും മികച്ച ഗെയിം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് സെക്കൻഡ് പൊസിഷനിൽ അനുമോൾ. ഫസ്റ്റ് ഞാൻ പറയുന്നത് ഓഫ്കോഴ്സ് ഷാനവാസ് ആണ്. ഷാനവാസ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് തുടക്കം മുതൽ തന്നെ തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് വീക്കിലൊക്കെ നല്ല കണ്ണിങ് ആയിട്ട് മാനിപ്പുലേറ്റീവ് ആയിട്ട് ഗെയിം കളിച്ച് പയ്യെ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി. പിന്നെ ഷാനവാസിന്റെ ഗ്രാഫ് ഒറ്റ കയറ്റമായിരുന്നു. മാസ് കാണിക്കേണ്ട സ്ഥലത്ത് മാസ് കാണിച്ചും ചിരിപ്പിക്കേണ്ട സ്ഥലത്ത് ചിരിപ്പിച്ചും എതിരാളിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞും തగ్గടിച്ചും ഷാനവാസ് പ്രേക്ഷകരിലേക്ക് എല്ലാ ഇമോഷൻസും എത്തിച്ചു. പലരുടെയും മുഖംമൂടികൾ വലിച്ചു കീറി മികച്ച ഗെയിം കളിച്ചപ്പോ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അനുമോളുടെ താഴെ ആയിരുന്നൊരു മത്സരാർത്ഥിയാണെന്ന് ഓർത്തോണം. അനീഷ് ഷാനവാസ് ഒക്കെ ഏകദേശം ഒരേ ലെവലിൽ കടന്നതാണ്. ഈ ഒരു 1 വീക്കാണ് ഷാനവാസിന്റെ ഇത്രയും തലവര മാറ്റി മറിച്ചതെന്ന് പറയണം. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അനുസരിച്ച് വിന്നിങ് മെറ്റീരിയലാണ് ഷാനവാസ്. ഫിസിക്കലി ഉള്ള ആ ഒരു ടെമ്പർമെന്റ് ഇത്തിരി ഒന്ന് പൊടിക്കൊക്കെ ഒന്ന് കുറച്ചാൽ ഉറപ്പായിട്ടും ഈ സീസണിൽ കപ്പ് തൂക്കാൻ വരെ കേൾപ്പുള്ള ഒരു മത്സരാർത്ഥിയാണ്. പിന്നെ അനീഷുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ അതൊരു ഇരുതല വാളാണ്, ഡബിൾ എഡ്ജ്ഡ് സ്വാഡാണ്. രണ്ടുപേർക്കും കുത്തുകിട്ടി ഒരുപാട് മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അതാണ് ബിഗ് ബോസ് എന്ന ഗെയിം. എന്തായാലും ഇപ്പോഴത്തെ ഒരു നിലയിൽ ഷാനവാസ് ജയിക്കും എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയധികം പ്രേക്ഷകരാണ് ഇപ്പൊ ഷാനവാസിനെ പിന്തുണയ്ക്കുന്നത്. ഒറ്റ വിഷയം വന്ന്, ഒറ്റ ഒരു അലിഗേഷൻ വന്ന് അതിനകത്ത് ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഏറെക്കുറെ പ്രൂവ് ആയി. ഷാനവാസിനെ ഇപ്പൊ പ്രേക്ഷകർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അപ്പോ ഇതൊക്കെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം. ഇത്ര അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ വരുന്ന 50 ദിവസം ഇതിനെ പാടെ മാറ്റിമറിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ മാറ്റിമറിക്കണം. കാരണം അതാണ് ബിഗ് ബോസ് എന്ന ഷോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പ് 5 വീഡിയോ. നമ്മള് നല്ല രീതിയിൽ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ഒരു ടോപ്പ് 5. ഈ 50 ദിവസം ലൈവ് കണ്ടതിൽ നിന്നിട്ടുള്ള ഒരു ടോപ്പ് 5. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും അത് കമന്റ്സിൽ അറിയിക്കണം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.